ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജന്തുവിശേഷങ്ങളാണ് കേട്ടോ. SCERT 5th ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, താഴെ പറയുന്ന പക്ഷികളുടെ അടയിരിപ്പ് കാലവുമായിട്ട് ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. അടയിരിപ്പ് കാലമാണ് കേട്ടോ. കോഴിക്ക് എത്രയാണ്, പ്രാവിന് എത്രയാണ്, ഒട്ടകപ്പക്ഷിക്ക് എത്രയാണ്? വേഗം ആൻസർ പറഞ്ഞേ. കോഴിക്ക് 21 ദിവസം, പ്രാവിന് 14 ദിവസം, ഒട്ടകപ്പക്ഷിക്ക് 42 ദിവസം. അപ്പോൾ കോഴിക്ക് 21 ദിവസമാണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഒട്ടകപ്പക്ഷിക്ക് എന്നുള്ളത് ആലോചിക്കുക. അതിൻ്റെ സൈസൊക്കെ ഭയങ്കര വലുതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡബിളാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ 22 × 2 42 കിട്ടും. പിന്നെ പ്രാവിൻ്റെ 14 ദിവസം. ഇനി SCERT കൊടുത്തിട്ടുള്ള ടേബിൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കോഴിക്ക് 21 ദിവസം, പ്രാവിനും കുരുവിക്കും 14 ദിവസം, ഒട്ടകപ്പക്ഷിക്ക് 42 ദിവസം, ലവ് ബേർഡ്സിന് 22 മുതൽ 25 ദിവസം വരെ. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. താഴെ പറയുന്നവയിൽ ദേശാടന പക്ഷികൾക്ക് ഉദാഹരണം ഏതാ? നാഗമോഹനും അതുപോലെ തന്നെ മണൽക്കോഴിയാണ്. അതായത് 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദേശാടന പക്ഷിയാണ്. അപ്പോൾ ദേശാടനമൊക്കെ ചെയ്യാൻ അതിന് ഭയങ്കര മോഹമാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. നാഗമോഹൻ. അപ്പോൾ നാഗമോഹൻ കിട്ടിയ പോലെ തന്നെ ദേശാടനമൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെയല്ലേ പോകണേ. അപ്പോൾ മണലൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് ഓർക്കുക. മണൽക്കോഴി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചേ. ദേശാടന പക്ഷികൾക്ക് ഉദാഹരണം നാഗമോഹനും അതുപോലെ തന്നെ മണൽക്കോഴി. അടുത്ത് നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായി നവംബർ 21 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ശരിയാണോ? നവംബർ 21 ആണോ സലീം അലിയുടെ ജന്മദിനം? അല്ല, നവംബർ 12 ആണ് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അത് ശരിയാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ ഓർത്തു വയ്ക്കണം കേട്ടോ. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ B ആണ് നമ്മുടെ ആൻസർ. ഇനി നവംബർ 12 ആണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ 12ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കിളി പോകുന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പക്ഷി കിളിയായിട്ടൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കാമല്ലോ. അപ്പോൾ 12 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നവംബർ മാസം എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ മുട്ടയിടുന്നവ ഏത്? സാലമാൻഡർ, സിസീലിയൻ, തവള, മുതല. എന്താ ആൻസർ വരുന്നത്? എല്ലാം മുട്ടയിടുന്നവയാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. തവളയുണ്ട്, സിസീലിയൻ ഉണ്ട്, സാലമാൻഡർ. സാലമാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിക്കൊക്കെ ഒരു കളറൊക്കെ അടിച്ച പോലെ ഇരിക്കുന്നുള്ള സാധനമാണ് കേട്ടോ സാലമാൻഡർ. അപ്പം പല്ലി അതുപോലെ തന്നെ നമുക്ക് മുതല, അതിനെ കുറച്ചുകൂടെ വലുതല്ലേ മുതല. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക. എല്ലാം മുട്ടയിടുന്നവയാണ്. അപ്പോൾ തവള, സാലമാൻഡർ, സിസിലിയൻ ഇതിനെയൊക്കെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആംഫിബിയൻസ്. മലയാളം പഠിച്ചു വയ്ക്കണം. ഉഭയജീവികൾ അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്, ഉഭയജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? റെപ്റ്റൈൽസ് ആണ്. അതായത് ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം, ഒരച്ചുകൊണ്ട് നടക്കുന്ന ജീവികളാണ് റെപ്റ്റൈൽസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചർമ്മം വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളവയൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന സൂചനകൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തുക. മുട്ടയിടാൻ വേണ്ടി പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് വടക്കേ അമേരിക്കൻ നദികളിൽ എത്തുന്നു. മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി മണൽത്തിട്ടകളിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാവുന്നു. ഇതിൻ്റെയൊക്കെ ആൻസർ ഏതാ? സാൽമൺ മത്സ്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം ഓർക്കാൻ വേണ്ടിയിട്ട്. അതായത് പസഫിക് സമുദ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വടക്കേ അമേരിക്കൻ നദികളിലേക്ക് വന്നെത്തുന്നു. പിന്നെ ഏതാ? മണൽത്തിട്ടകളിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. സാൽമൺ മത്സ്യം. അപ്പോൾ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ സലൈനാണ് അല്ലേ, ഉപ്പാണ്. അപ്പോൾ നമുക്ക് സാല് കിട്ടി. അതുപോലെ തന്നെ മണൽത്തിട്ടകളിലൊക്കെയാണ് അത് കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത്. അപ്പോൾ മണ്ണും കിട്ടി. സാൽമൺ മത്സ്യം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി സാൽമൺ മത്സ്യത്തെക്കുറിച്ച് SCERT കൊടുത്തുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്ത് വയ്ക്കുക. പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. പിന്നെ 2500ഓളം കിലോമീറ്റർ അകലെയുള്ള വടക്കൻ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. അതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ വനം വകുപ്പിന് കീഴിലുള്ള കടലാമ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? മുതിയം കടൽ തീരം, മലപ്പുറം. ഓർത്ത് വയ്ക്കുക. മുതിയം കടൽ തീരം, മലപ്പുറം. മുതിർന്ന കടലാമയാണെന്നോ ഇങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ ചിത്രശലഭത്തിന്റെ ജീവിതചക്രം ഏത്? ഏതാ ആൻസർ വരുന്നത്? വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ ആണ് മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം അല്ലെ. മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ഇവിടെ നോക്കിയാൽ കൊതുകിന്റെ രൂപാന്തരനാണ് കൊടുത്തിട്ടുള്ളത്. മുട്ട, പിന്നെ കൂത്താടി, പിന്നെ അതിന് ശേഷമാണ് ലാർവ, പിന്നെ കൊതുകായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ തവളയുടെ കൊടുത്തിട്ടുണ്ട്. മുട്ട, വാൽമാക്രി, പിന്നെയാണ് തവളയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോവാ കേട്ടോ. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് രൂപാന്തരണം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലാർവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലാർവാവസ്ഥയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ചാ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും ഈ മാതൃജീവിയോട് സാദൃശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. അത് ശരിയാണല്ലോ, കറക്റ്റാണ്.
മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. അതും ശരിയാണ്. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. പ്രസവിക്കുന്ന സസ്തനിയാണ് എക്കിഡ്ന. ശരിയാണോ? അല്ല, തെറ്റാ. അപ്പോൾ എന്താണ് ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? മുട്ടയിടുന്ന സസ്തനി തന്നെയാണ് എക്കിഡ്ന. അല്ല, അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ശരി. മൂന്നാമത് തെറ്റാണ്. ഇനി നമുക്ക് SCERT-യിൽ കൊടുത്തുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സസ്തനികൾ സാധാരണ പ്രസവിക്കുന്നതാണ് കേട്ടോ, പക്ഷേ മുട്ടയിടുന്ന ചില സസ്തനികളും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റിപ്പസും എക്കിഡ്ന എന്ന് പറയുന്നത് മുട്ടയിടുന്ന സസ്തനിയാണ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് മുട്ട എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റിൽ കിഡിന് മുട്ട കൊടുത്തു എന്ന് ഓർത്താൽ മതി കേട്ടോ. എന്തൊക്കെയാണ്? പ്ലേറ്റിൽ കിഡിന് മുട്ട കൊടുത്തു. അതായത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിപ്പസ്, കിഡ്, എക്കിഡ്ന മുട്ട കൊടുത്തു. അപ്പോൾ മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസും എക്കിഡ്ന. പഠിച്ചല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മണ്ണിര, പ്ലനേറിയ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. അത് ശരിയാണ് അല്ലേ? പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിര. അത് ശരിയാണ്. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. അപ്പോൾ മണ്ണിര, പ്ലനേറിയ എന്നൊക്കെ പറയണത്, ഈ പ്ലനേറിയ എന്ന് പറയുന്ന ഒരു തരം വിരയാണ്. അപ്പോൾ ഇവരുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞാലും അതിന് വീണ്ടും വളർന്ന് പുതിയ ജീവിയായിട്ട് മാറാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല പ്ലാൻ ഉണ്ടെന്നൊക്കെ ഓർക്കുക കേട്ടോ. പ്ലനേറിയ, മണ്ണിര, പ്ലനേറിയ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാലും ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. പ്ലാനൊക്കെ ഉണ്ട് പ്ലനേറിയ എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയാണ്. അപ്പോൾ 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവിയാണ് ഈ കടൽ കുതിര എന്ന് പറയുന്നത്. പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് 40 ദിവസം കഴിയുമ്പോൾ ഈ മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ കാണുമ്പോൾ ആൺ കടൽ കുതിര പ്രസവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതാണ് ശരിക്കുള്ള കാര്യം കേട്ടോ. അപ്പോൾ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ഏതാണ്? കടൽ കുതിര എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രസവിക്കുന്ന പാമ്പ്, അതേപോലെ തന്നെ പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന അണലിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞല്ലേ? പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെ മുട്ടകളായിട്ടൊക്കെ ഇരിക്കുകയാണ്. മുട്ടകൾ വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ അത് അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന ചോദ്യമാണ് കേട്ടോ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിക്കപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ. ശരിയാണ്. കടലിനടിയിൽ പൂന്തോട്ടങ്ങൾ പോലെ കാണുന്ന ജീവനില്ലാത്ത വസ്തുക്കളാണ് പവിഴപ്പുറ്റുകൾ. ശരിയാണോ? ജീവനില്ലാത്ത വസ്തുക്കളാണോ? അല്ല, ജീവനുള്ള വസ്തുക്കളാണ് കേട്ടോ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പവിഴപ്പുറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നു. അത് ശരിയാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പവിഴപ്പുറ്റുകൾക്ക് പ്രയോജനപ്പെടുന്നു. പിന്നെ വർഷം നോക്കി വയ്ക്കുക. 1997, 2008 എന്നീ വർഷങ്ങളിൽ പവിഴപ്പുറ്റു വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. 1997ഉം 2008ഉം കേട്ടോ എന്നീ വർഷങ്ങളിൽ പവിഴപ്പുറ്റു വർഷമായിട്ട് ആചരിക്കുന്നുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പവിഴപ്പുറ്റുകളൊക്കെയാണ്, പവിഴൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ബാരിയർ ഉണ്ടെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ SCERT 5th തീർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 10 ചാപ്റ്ററും പഠിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തത് SCERT 6 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാളെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി ക്ലാസ് ആയിരിക്കും. അത് ലൈവാണ് നാളെ നമ്മൾ ചെയ്യുന്നത്. 8:30ക്കാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.